In the previous section, we have covered the life cycle of a thread. A thread has 5 stages: newborn, runnable, running, blocked, and dead state. അപ്പോൾ ആദ്യം വരുന്നത് we have to create an object of a class thread to move on to newborn state. newborn സ്റ്റേറ്റിൽ വരാൻ വേണ്ടി ആദ്യം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം ക്ലാസ് ത്രെഡിൻ്റെ. ഇനി അതിൽ നിന്നും സ്റ്റാർട്ട് ഫംഗ്ഷൻ വിളിക്കുമ്പോഴേ റണ്ണബിൾ സ്റ്റേറ്റിലോട്ട് പോകുള്ളൂ. ഇനി റണ്ണബിൾ സ്റ്റേറ്റിൽ നിന്ന് റണ്ണിങ് സ്റ്റേറ്റിലോട്ട് പോകണമെങ്കിൽ അതിൻ്റെ അകത്ത് റൺ ഫംഗ്ഷൻ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടി വരും. Creating threads. Threads are implemented in the form of objects that contains a method called run. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ത്രെഡിൻ്റെ അകത്ത് എന്ത് വേണം? റൺ മെത്തേഡ് വേണം. The run method should be invoked by an object of the concerned thread. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കൺസേൺ ത്രെഡ് അല്ലെങ്കിൽ സബ് പ്രോഗ്രാമിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം റൺ മെത്തേഡ് വിളിക്കേണ്ടത്. This can be achieved by creating a thread and initializing it with start method. നേരത്തെ പറഞ്ഞ ലൈഫ് സൈക്കിളിൽ ക്രിയേറ്റിംഗ് എ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായി? ആ ത്രെഡ് ഈസ് ഇൻ ന്യൂ ബോൺ സ്റ്റേറ്റ്. ആ ന്യൂ ബോൺ സ്റ്റേറ്റിൽ നിന്ന് റണ്ണബിൾ സ്റ്റേറ്റിലോട്ട് പോകാൻ വേണ്ടി എന്ത് വിളിക്കണം? സ്റ്റാർട്ട് മെത്തേഡ് വിളിക്കണം. അപ്പോൾ ഇത്രയും ഡിഫൈൻ ചെയ്ത് എന്തായി? റണ്ണിലോട്ട് ഓട്ടോമാറ്റിക്കലി പൊക്കിയോളും. സോ ജാവ ലെറ്റ്സ് യു ക്രിയേറ്റ് എ ത്രെഡ് ഇൻ വൺ ഓഫ് ദ ടു വേയ്സ്. വൺ ഇസ് ബൈ എക്സ്റ്റെൻഡിങ് ദ ക്ലാസ് ത്രെഡ്, ടു ബൈ എക്സ്റ്റെൻഡിങ് ദ റണ്ണബിൾ ഇൻ്റർഫേസ്. ഇവിടെ ക്ലാസ് ആയതുകൊണ്ടാണ് എക്സ്റ്റെൻഡ് വന്നത്, ഇൻ്റർഫേസ് ആയതുകൊണ്ട് ഇംപ്ലിമെൻറ്റ് വന്നു. അത് ഓർമ്മിക്കാൻ ഈസി ആയിട്ട് പറയാൻ വേണ്ടിയാണ് ബൈ എക്സ്റ്റെൻഡിങ് ദ ക്ലാസ് ത്രെഡ് ഓർ ബൈ ഇംപ്ലിമെൻറ്റിങ് ദ റണ്ണബിൾ ഇൻ്റർഫേസ്. ഇനി എക്സ്റ്റെൻഡിങ് ദ ക്ലാസ് ത്രെഡ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡിങ് ദ ക്ലാസ് ത്രെഡ് ഇവിടെ ഓൾറെഡി ജാവ പ്രോഗ്രാമിൽ ത്രെഡ് എന്ന ക്ലാസ് ഉണ്ട് ഇൻബിൽഡ് ആയിട്ട്. ഇതെവിടെ കിടക്കുകയാണ്? ജാവ ഡോട്ട് ലാൻ ഡോട്ട് ത്രെഡ്. ജാവ എന്ന പാക്കേജിൻ്റെ അകത്ത് ലാൻ എന്ന സബ് പാക്കേജിൻ്റെ അകത്ത് ത്രെഡ് ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിന് എന്ത് ചെയ്യണം? എക്സ്റ്റെൻഡ് ചെയ്യണം. ക്ലാസ് തമ്മിലാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്റ്റെപ്പ് 1 എന്താണ്? ഡിക്ലെയർ ദ ക്ലാസ് ദാറ്റ് ഈസ് എ ന്യൂ ക്ലാസ് ആസ് എക്സ്റ്റെൻഡിങ് ദ ത്രെഡ് ക്ലാസ്. നമ്മുടെ ന്യൂ ക്ലാസ്സിന് എക്സ്റ്റെൻഡ് ചെയ്യണം. അതെങ്ങനെ എഴുതാം? ക്ലാസ് എക്സ്, ഇനി നെയിം എക്സ് എന്ന് പറഞ്ഞാൽ ഒരു പേര് കൊടുത്തു ഞാൻ, എക്സ് എന്ന്. എക്സ്റ്റെൻസ് ത്രെഡ്, ആ ത്രെഡ് എന്ന ക്ലാസ്സിന് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് വെച്ചാൽ എല്ലാ ത്രെഡിലുള്ള പ്രോപ്പർട്ടീസ് ഞാൻ എക്സിന് കൊടുത്തു. എന്നിട്ട് ഞാൻ റൺ മെത്തേഡിനെ ഡിഫൈൻ ചെയ്യണം. അതാണ് സ്റ്റെപ്പ് 2. ഇംപ്ലിമെൻറ്റ് ദ റൺ മെത്തേഡ്. ഹിയർ ഓവർ റൈഡിങ് ഓഫ് റൺ മെത്തേഡ് ഒക്കേഴ്സ് എന്ന് വെച്ചാൽ ത്രെഡിൻ്റെ അകത്ത് ഓൾറെഡി റൺ മെത്തേഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനെ എന്ത് ചെയ്യണം? ഓവർ റൈഡ് ചെയ്യണം. ഓവർ റൈഡ് ചെയ്യണമെങ്കിൽ സെയിം പേര് കൊടുത്ത് ഇവിടെ സെയിം പേര് കൊടുത്ത് എന്ത് ചെയ്യണം? നമ്മൾ അകത്ത് അതിൻ്റെ കോഡ് എഴുതണം. ആ പ്രോഗ്രാം നമ്മൾ ഏത് പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്, റൺ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആ പ്രോഗ്രാം നമ്മൾ ഈ 2 ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ എഴുതും. അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് 3. ക്രിയേറ്റ് എൻ ഒബ്ജക്റ്റ് ഓഫ് ദ ക്ലാസ് ദാറ്റ് എക്സ്റ്റെൻഡഡ് ദ ത്രെഡ് ക്ലാസ്. ആരാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തത്? എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ട ആരാണ്? എക്സ് ആണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തത്. ക്ലാസ് എക്സ്റ്റെൻസ് ത്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ആണ് പുതിയ ത്രെഡ് എന്ന് പറയുന്നത്. ആ ത്രെഡിൻ്റെ എന്തായിരിക്കണം? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. എക്സ് ഒബ്ജക്റ്റ്, എക്സ് എന്ന് പറഞ്ഞാൽ ക്ലാസ് നെയിം ഫോളോഡ് ബൈ ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ഇൻറ്റു എന്താണ്? ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എന്താണ്? ക്ലാസ് നെയിം അതേ പേരാണ് വിത്ത് ബ്രാക്കറ്റ്. അപ്പോൾ എക്സ് ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. ഇനി എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 4. കോൾ ദ ത്രെഡ് സ്റ്റാർട്ട് മെത്തേഡ് ടു റൺ ദ ത്രെഡ്. ത്രെഡ് റൺ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റാർട്ട് മെത്തേഡ് കൊടുക്കണം. സോ സ്റ്റെപ്പ് 3 and 4 എന്ന് പറയുന്നത് ഈസ് നത്തിങ് ബട്ട് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അത് ന്യൂ ബോൺ സ്റ്റേറ്റിലോട്ട് പോകും. ഈ ന്യൂ ബോൺ സ്റ്റേറ്റിൽ നിന്ന് റണ്ണബിൾ സ്റ്റേറ്റിലോട്ട് പോകാൻ എന്ത് ചെയ്യണം? അതിനെ സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ആദ്യം എന്താവും? സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ന്യൂ ബോൺ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ആൻഡ് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് എന്താണ്? റണ്ണബിൾ സ്റ്റേറ്റിലോട്ട് പോകാൻ വേണ്ടിയാണ്. റണ്ണബിൾ സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ എന്താവും? ഓട്ടോമാറ്റിക്കലി റൺ ഫംഗ്ഷൻ വർക്കാവും. അങ്ങനെ വർക്കാകുമ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? മൈ ക്ലാസ് ഇസ് റണ്ണിങ് എന്ന് വരും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെപ്പ് 3 and 4 ഒന്നിച്ച് എഴുതാം. എങ്ങനെ? ന്യൂ എക്സ്
ഇതവിടെ നേരത്തെ എഴുതിയില്ലേ ന്യൂ എക്സ് ബ്രാക്കറ്റിനകത്ത് എഴുതിയിട്ട് ഡോട്ട് സ്റ്റാർട്ട് എന്ന് എഴുതാം. ഇതൊരു കോമ്പാക്ട് വേ ഓഫ് റൈറ്റിംഗ് സ്റ്റാർട്ട് ത്രെഡ് ആണ്. കോമ്പാക്ട് വഴി എഴുതാൻ വേണ്ടി രണ്ടും ഒന്നിച്ച് എഴുതി, വേറൊന്നുമില്ല. ഇത്രയും സ്റ്റെപ്പ് ഒന്നും കൂടെ പറയാം. 4 സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഡിക്ലെയർ ദ ക്ലാസ് ആസ് എക്സ്റ്റെൻഡിങ് ദ ത്രെഡ് ക്ലാസ്. നമ്മൾ ഉണ്ടാക്കിയ പുതിയ ഒരു പുതിയ ക്ലാസ്സിന് എങ്ങനെ എഴുതണം? ഒറിജിനൽ ത്രെഡ് ക്ലാസ്സിന് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിട്ട് എഴുതണം. സോ വി റൈറ്റ് ക്ലാസ് എനി നെയിം എക്സ്റ്റെൻസ് ത്രെഡ് എന്ന് കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യണം? റൺ മെത്തേഡിനെ ഡിഫൈൻ ചെയ്യണം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഡിഫൈൻ ദ റൺ മെത്തേഡ് ഫോർ യുവർ പ്രോഗ്രാം. ഹിയർ ഓവർ റൈഡിങ് ഓഫ് റൺ മെത്തേഡ് ഒക്കേഴ്സ്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് വി ഹാവ് ടു ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ദറ്റ് ക്ലാസ് ബീങ് എക്സ്റ്റെൻഡഡ്. ഏത് ക്ലാസ്സാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തത് അതിനെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സ്റ്റെപ്പ് 4 എന്താണ്? അതിനെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് സ്റ്റാർട്ട് കൊടുക്കണം. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് കിട്ടും? എന്താണ് നമ്മൾ റണ്ണിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളത് അത് വർക്ക് ചെയ്യും. സോ ഇവിടെ എന്ത് വരുള്ളൂ? മൈ ക്ലാസ് ഇസ് റണ്ണിങ് ആണ് നമ്മൾ റണ്ണിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ ഔട്ട്പുട്ട് എന്ത് വരുള്ളൂ? മൈ ക്ലാസ് ഇസ് റണ്ണിങ് എന്ന് വരും. സോ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. അവിടെ എന്ത് കൊടുത്തു? സ്റ്റെപ്പ് 1 എന്തായിരുന്നു? ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തു. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ആ റൺ മെത്തേഡ് ഡിഫൈൻ ചെയ്തു. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ന്യൂ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് നമുക്ക് ആ ഒബ്ജക്റ്റിനെ സ്റ്റാർട്ട് ചെയ്തു. ഇത് റൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കണ്ട, മൈ ക്ലാസ് ഇസ് റണ്ണിങ്. ഇവിടെ റണ്ണിൻ്റെ അകത്ത് എന്ത് കൊടുത്തു? അത് റൺ ചെയ്തു. ഇനി നമുക്ക് പേര് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ക്ലാസ് സെറ്റ് ഒബ്ജക്റ്റിൻ്റെ ത്രെഡിൻ്റെ പേര് മാറ്റി കൊടുക്കാം. ഫോർ എക്സാമ്പിൾ വിവേക് എന്ന് കൊടുത്തു. വിവേക് എന്ന് കൊടുത്തിട്ട് ഞാൻ അകത്ത് പ്രിന്റ് ചെയ്യുന്ന കാര്യം മാറ്റി. പ്രിന്റ് എന്ന് പറയുന്നത് വിവേക് നീഡ് ഹെൽപ്പ് അടിച്ചു. എന്നിട്ട് ഞാൻ ക്ലാസ് എന്താക്കി? വിവേകാണ് പേര്. അപ്പം എന്തായി? ക്ലാസ് നെയിം വിവേകായി. വിവേക്. കൺസ്ട്രക്ടർ എന്തായി? ക്ലാസ് നെയിമിന്റെ നെയിം സെയിം നെയിം ആയിരിക്കണം. അപ്പം അതും വിവേക് എന്ന് കൊടുക്കും. കണ്ട, ഒബ്ജക്റ്റ് ഏതാണ്? വിവേകിന്റെ ഒരു ഒബ്ജക്റ്റ് എടുത്ത് ന്യൂ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഒബ്ജക്റ്റ് ഡോട്ട് സ്റ്റാർട്ട് വിളിച്ചു. ഇത് റൺ ചെയ്യുമ്പോഴും ഔട്ട്പുട്ട് മാറൂല. റൺ ചെയ്യാൻ പോയാണ്. കണ്ട, വിവേക് നീഡ് ഹെൽപ്പ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു ത്രെഡ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. ഇനി സ്റ്റെപ്പ് 3 and 4 ഒന്നിച്ചെഴുതാൻ നോക്കാം. സ്റ്റെപ്പ് 3 and 4 ഒന്നിച്ചെഴുതാൻ എങ്ങനെയായിരുന്നു? ന്യൂ എക്സ് ബ്രാക്കറ്റ് ഡോട്ട് സ്റ്റാർട്ട് എന്ന് വെച്ചാൽ സ്റ്റെപ്പ് 3യുടെ ന്യൂ എക്സ് എഴുതി. സ്റ്റെപ്പ് 3യുടെ ന്യൂ എക്സും സ്റ്റെപ്പ് 4ന്റെ സ്റ്റാർട്ട് മാത്രം ഡോട്ട് സ്റ്റാർട്ട് മാത്രം ഒന്നിച്ചെഴുതി. ഇനി ഇവിടെ എക്സ് എന്ന് പറയുന്നത് വിവേകാണ്. സോ ന്യൂ വിവേക് ഡോട്ട് സ്റ്റാർട്ട് എഴുതി. എന്തായി? സ്റ്റെപ്പ് 3 and 4 ഒന്നിച്ചെഴുതി. എന്നിട്ട് ഇതിനെ റൺ ചെയ്യണം. റൺ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് സെയിം ആണ്. വിവേക് നീഡ് ഹെൽപ്പ് എന്നേ പ്രിന്റ് ആവുള്ളൂ. ദ സെക്കൻഡ് വേ ഓഫ് ക്രിയേറ്റിംഗ് എ ത്രെഡ് ഈസ് ബൈ ഇംപ്ലിമെന്റിംഗ് ദ റണ്ണബിൾ ഇന്റർഫേസ്. റണ്ണബിൾ ഇന്റർഫേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്റർഫേസ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് കോൺസ്റ്റന്റും അബ്സ്ട്രാക്ട് മെത്തേഡ്സും കാണുള്ളൂ. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഡെഫിനിഷൻ ഇല്ല, പേര് മാത്രം. ഇന്ന ഫംഗ്ഷൻ ഉണ്ട്, പക്ഷെ വർക്ക് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടില്ല. അതാണ് ഇന്റർഫേസ്. ഇനി ഇപ്പോൾ റണ്ണബിൾ ഇന്റർഫേസ് ആസ് 1 മെത്തേഡ്. അതെന്താണ്? റൺ. ഇപ്പോൾ റൺ എന്ത് ചെയ്യണം? ആരാണോ ആ ഇന്റർഫേസിനെ ഏത് ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തത് ആ ക്ലാസ് അതിനെ ഡിഫൈൻ ചെയ്യണം. സോ റൺ മെത്തേഡ് ഈസ് ടു ബി ഡിഫൈൻഡ് ഇൻ ദ ക്ലാസ് ദാറ്റ് ഇംപ്ലിമെന്റ്സ് റണ്ണബിൾ ഇന്റർഫേസ്. ആരാണോ റണ്ണബിൾ ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഏത് ക്ലാസ് ആണോ ആ റണ്ണബിൾ ഇന്റർഫേസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതിൽ റൺ മെത്തേഡിനെ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ സ്റ്റെപ്പ് 1 എന്താണ്? ഡിക്ലെയർ ദ ക്ലാസ് ആസ് ഇംപ്ലിമെന്റിംഗ് ദ റണ്ണബിൾ ഇന്റർഫേസ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലാസ് എക്സ് ഇംപ്ലിമെന്റ്സ് റണ്ണബിൾ. എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് വന്നു? കാര്യം റണ്ണബിൾ എന്ന് പറയുന്നത് ഇവിടെ ഇന്റർഫേസ് ആയതുകൊണ്ടാണ്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ദ റൺ മെത്തേഡ്. റൺ മെത്തേഡിനെ ഡിഫൈൻ ചെയ്യണം എന്നാണ് ഇംപ്ലിമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡിഫൈൻ ചെയ്തു സെയിം മെത്തേഡിന് സി ഔട്ട് സിസ്റ്റം ഡോട്ട് പ്രിന്റ്എൽഎൻ മൈ ക്ലാസ് ഈസ് റണ്ണിംഗ് എന്ന് എഴുതി. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ക്രിയേറ്റ് എൻ ഒബ്ജക്റ്റ് ഓഫ് ദ ക്ലാസ് ദാറ്റ് ഇംപ്ലിമെന്റ് ദ റണ്ണബിൾ ഇന്റർഫേസ്. ആരാണ് ഇംപ്ലിമെന്റ് ചെയ്ത റണ്ണബിൾ ഇന്റർഫേസ്? എക്സ്. എക്സിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എങ്ങനെ ക്രിയേറ്റ് ചെയ്തു? എക്സ് ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ
ഡീഫോൾട്ട് കൺസ്ട്രക്ടർ, അതും എക്സ് തന്നെയാണ്. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ക്രിയേറ്റ് എ ത്രെഡ് ബൈ ഡിഫൈനിങ് ആൻ ഒബ്ജക്റ്റ് യൂസിങ് ദ പാരാമീറ്ററൈസ് കൺസ്ട്രക്ടർ whose parameter is the object of the class that implement the runnable interface. എന്ന് വെച്ചാൽ ത്രെഡ് എന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എക്സാമ്പിൾ കൊടുത്തു T1. അപ്പോൾ ത്രെഡ് ഈക്വൾ ടു T1. എന്നിട്ട് ന്യൂ കൊടുത്തു, ത്രെഡ് കൊടുത്തു. നേരത്തെ മോളിൽ കൊടുത്ത പോലെ തന്നെ താഴെയും ചെയ്തു. മോൾ എന്തായിരുന്നു എക്സ് ആയിരുന്നു, ഇവിടെ എന്തായി ത്രെഡായി. ഇവിടെ ത്രെഡ് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ എന്താ ചെയ്തു, ന്യൂ ഫംഗ്ഷൻ എടുത്തു, ഈക്വൾ ടു ന്യൂ ത്രെഡ് കൊടുത്തു. പക്ഷേ ത്രെഡിൻ്റെ അകത്ത് എന്താ കൊടുക്കണം, ഒരു പാരാമീറ്റർ കൊടുക്കണം. അത് ഏത് പാരാമീറ്ററാണ്, നേരത്തെ ആരാണോ റണ്ണബിൾ ഇൻ്റർഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത എക്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് എന്ത് കൊടുക്കണം, പാസ് ചെയ്യണം. എക്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്യണം. ഇവിടെ എക്സ് എന്താണ്, എക്സിൻ്റെ ഒബ്ജക്റ്റ് ഏതാണ്, ഒബിജെ. ഇതെവിടെ എന്ത് ചെയ്തു, ഇതിൻ്റെ അകത്തോട്ട് പാസ് ചെയ്തു, അത്രേ ഉള്ളൂ. അതാണ് പറയുന്നത് ക്രിയേറ്റ് എ ത്രെഡ് ബൈ ഡിഫൈനിങ് ആൻ ഒബ്ജക്റ്റ് യൂസിങ് പാരാമീറ്ററൈസ് കൺസ്ട്രക്ടർ. പാരാമീറ്ററൈസ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് പാരാമീറ്റർ കൊടുക്കുന്ന കൺസ്ട്രക്ടറിനെ പാരാമീറ്ററൈസ് കൺസ്ട്രക്ടർ എന്ന് വിളിക്കും. whose parameter is the object of the class that implement the runnable interface. ആരാണോ റണ്ണബിൾ ഇൻ്റർഫേസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തത് അതിൻ്റെ ഒബ്ജക്റ്റ് പാസ് ചെയ്യണം. എന്നിട്ട് സ്റ്റെപ്പ് 5 എന്താണ്, the thread call the thread start method to run the thread. നേരത്തെ പറഞ്ഞു ത്രെഡ് എന്താണ്, T1 ആണ്. അപ്പോൾ T1 ഡോട്ട് സ്റ്റാർട്ട് വിളിക്കുക. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് കിട്ടും, മൈ ക്ലാസ് ഈസ് റണ്ണിംഗ് എന്ന് വരും. ഇനി വേണമെങ്കിൽ സ്റ്റെപ്പ് 3ഉം 4ഉം ഒന്നിച്ച് എഴുതാം. ത്രെഡ് സ്റ്റെപ്പ് 4ൻ്റെ ത്രെഡ് T1 ഈക്വൽ ടു ന്യൂ ത്രെഡ് ഒബ്ജക്റ്റിന് പകരം എന്ത് കൊടുക്കാം, ന്യൂ എക്സ് എന്ന് കൊടുക്കാം. ഒബ്ജക്റ്റിന് പകരം ന്യൂ എക്സ് എന്ന് കൊടുക്കാം. ഇനി ഇതിനെ വീണ്ടും മോഡിഫൈ ചെയ്യും. 3ഉം 4ഉം 5, ഇവിടെ സ്റ്റെപ്പ് 3ഉം 4ഉം 5ഉം കൂടെ ഒന്ന് എന്ത് ചെയ്യാം, ഒന്നിച്ച് എഴുതാം. ന്യൂ ത്രെഡ് ഒബ്ജക്റ്റ് എന്ത് തുടങ്ങും, ന്യൂ ത്രെഡിൻ്റെ അകത്തുള്ള ഒബ്ജക്റ്റ് ന്യൂ എക്സ് ഡോട്ട് സ്റ്റാർട്ട്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് പർപ്പസിന് വേണ്ടി പറഞ്ഞത് മാത്രം. സോ ഇത് റണ്ണബിൾ ഇൻ്റർഫേസിന് വേണ്ടി മോഡിഫൈ ചെയ്യുക ഈ പ്രോഗ്രാം. നേരത്തെ പറഞ്ഞ എന്താണ്, ക്ലാസ് എക്സ് സ്റ്റെപ്പ് 1 എന്താണ്, ഡിക്ലെയർ ദ ക്ലാസ് ആസ് ഇംപ്ലിമെൻറ്റിംഗ് ദ റണ്ണബിൾ ഇൻ്റർഫേസ്. അപ്പോൾ എന്ത് ചെയ്തു, ക്ലാസ് എക്സ് ഇംപ്ലിമെൻറ്റ്സ് റണ്ണബിൾ എന്ന് കൊടുത്തു. സോ ഇവിടെ എന്ത് ചെയ്തു, ഇംപ്ലിമെൻ്റ് എന്ന് കൊടുത്തു. ഇംപ്ലിമെൻറ്റ് ത്രെഡ് മാറ്റി എന്തായി, റണ്ണബിളായി. സ്റ്റെപ്പ് 2 എന്നതാണ് ഡിഫൈനിങ് ദ റൺ മെത്തേഡ്. അത് ഓൾറെഡി ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, റൺ മെത്തേഡിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റെപ്പ് 3 എന്താണ്, ക്രിയേറ്റ് എൻ ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ് ദാറ്റ് ഇംപ്ലിമെൻറ്റ് ദ റണ്ണബിൾ ഇൻ്റർഫേസ്. ഒബ്ജക്റ്റ് എന്താണ്, എക്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, ഈക്വൽ ടു ന്യൂ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. സോ എക്സ് എന്ന് പറഞ്ഞാൽ വിവേക് കൊടുത്തത്, വിവേക് ഒബ്ജക്റ്റ് നെയിം എന്ന ഒബ്ജക്റ്റ് ആണ്, ഈക്വൽ ടു ന്യൂ വിവേക്. ഇപ്പോൾ സ്റ്റെപ്പ് 3 ആയി, അപ്പോൾ അത് വ്യത്യാസമില്ല. ഇനി സ്റ്റെപ്പ് 4 എന്താണ്, ക്രിയേറ്റ് എ ത്രെഡ് ബൈ ഡിഫൈനിങ് ആൻ ഒബ്ജക്റ്റ് യൂസിങ് പാരാമീറ്ററൈസ് കൺസ്ട്രക്ടർ. ഇപ്പോൾ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാം, പുതിയൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ത്രെഡ് ഞാനിപ്പോൾ T1 വരാം TD കൊടുത്തു, ത്രെഡിന് TD എന്ന് കൊടുത്തു, ഈക്വൽ ടു ന്യൂ ത്രെഡ്. എഗെയിൻ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ വിളിക്കുകയാണ്, ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. അതിൻ്റെ പകരം എന്ത് കൊടുക്കണം, അകത്തൊരു പാരാമീറ്റർ കൊടുക്കണം. അകത്തൊരു പാരാമീറ്റർ, ഏത് പാരാമീറ്റർ, ഏതാണ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തത്, വിവേകിൻ്റെ ഒബ്ജക്റ്റ് തന്നെ കൊടുക്കേണ്ടി വരും. ഒബ്ജക്റ്റ് കൊടുത്തു. ഇതാണ് സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 5 എന്തായിരുന്നു, സ്റ്റെപ്പ് 5 എന്ന് പറയുന്നത് ഏത് ത്രെഡിൻ്റെ ഒബ്ജക്റ്റ് ആണോ വിളിച്ചത് ഡോട്ട് സ്റ്റാർട്ട് കൊടുക്കുക.
അപ്പോൾ ഒബ്ജക്റ്റ് എന്താണ്? ടി ഡി ആ കൊടുത്തത്, ടി ഡി. അതിനെവിടെയും കൊടുക്കുക, ടി ഡി ഡോട്ട് സ്റ്റാർട്ട്. ഇതെന്തായി? സ്റ്റെപ്പ് 5 ആയി. ഇനി ഇത് റൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇത് റൺ ചെയ്യുമ്പോൾ വിവേക് നീഡ് ഹെൽപ്പ് എന്ന് വന്നു. ഇനി ഞാൻ മാറ്റി കൊടുത്തു, വിവേക് നീഡ് ഹെൽപ്പ് 1. എന്നിട്ട് വീണ്ടും റൺ ചെയ്യാണ്. എഗെയിൻ സെയിം ഔട്ട്പുട്ട് അതേപോലെ തന്നെ വർക്ക് ആവുള്ളൂ. അപ്പോൾ ഇതാണ് 5 സ്റ്റെപ്പ്. ഇപ്പോൾ റണ്ണബിൾ ഇൻ്റർഫേസ് ചെയ്യുമ്പോൾ 5 സ്റ്റെപ്പ് വരും. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 4 സ്റ്റെപ്പ് വരുള്ളൂ. ഇത്രയുള്ള വ്യത്യാസം. സോ ഇതുവരെ നമ്മൾ കണ്ടത് റൺ മെത്തേഡ് ഡയറക്റ്റ്ലി വിളിക്കുന്നില്ല, നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർട്ട് മെത്തേഡാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ക്യാൻ വി കോൾ ദ റൺ മെത്തേഡ് ഡയറക്റ്റ്ലി? യെസ്, നമുക്ക് വേണമെങ്കിൽ റൺ മെത്തേഡിനെ ഡയറക്റ്റ്ലി വിളിക്കാം. പക്ഷേ അതൊരു ത്രെഡായിട്ട് വർക്ക് ചെയ്യില്ല. മൾട്ടി ത്രെഡിങ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി വിളിച്ചാൽ നടക്കില്ല. ഇനി എന്ത് വരും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ റൺ മെത്തേഡ് ഈസ് ഇൻവോക്ഡ് ബൈ സ്റ്റാർട്ട് മെത്തേഡ് വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക് റൺ മെത്തേഡ് വർക്ക് ആവും. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റാക്ക് ഓഫ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, മെയിൻ പ്രോഗ്രാം ലൊക്കേഷൻ ഇവിടെ കിടക്കുന്നു വിചാരിച്ചോ, മെയിൻ ത്രെഡിൽ മെയിൻ പ്രോഗ്രാമിൻ്റെ സ്റ്റാക്ക് വേറെ ത്രെഡിൽ കിടക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു കോൾ സ്റ്റാർട്ട് വിളിക്കുക, വേറൊരു ത്രെഡിനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാക്ക് വ്യത്യാസമായിരിക്കും, ലൊക്കേഷൻ ഓഫ് അഡ്രസ്സ് വ്യത്യാസമായിരിക്കും വിത്തിൻ ദ മെയിൻ പ്രോഗ്രാം. ഇതെന്തായിരിക്കും? അടുത്ത ത്രെഡ് വിളിക്കുമ്പോൾ അതിൻ്റെ റൺ മെത്തേഡ് ലൊക്കേഷൻ വേറെ സ്ഥലത്ത് ക്യൂ ആയിട്ട് നിൽക്കും. അതേ സമയത്ത് ഞാൻ ഇത് ഡയറക്റ്റ്ലി വിളിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? മെയിൻ മെത്തേഡ് തീർന്നിട്ടേ പിന്നെ റൺ മെത്തേഡ് വർക്ക് ആവുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ വർക്ക് ചെയ്യും. എന്ന് വെച്ചാൽ മെയിൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ത്രെഡ് ആയിട്ട് വർക്ക് ചെയ്യും, റൺ എന്ന് പറയുന്നത് എഗെയിൻ എ സിംഗിൾ ത്രെഡ് ആയിട്ട് വർക്ക് ചെയ്യും. ഇവിടെ എന്താണ്? ഇവിടെ പ്രോസസ്സർ ഫ്രീ ആവുന്നതനുസരിച്ച് ത്രെഡ് 1 വർക്ക് ചെയ്യും, ത്രെഡ് 2 വർക്ക് ചെയ്യും സൈമൾട്ടേനിയസ്ലി. മറ്റെന്താണ്? അറ്റ് എ ടൈം മെയിൻ പ്രോഗ്രാം വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ത്രെഡിൻ്റെ ആ പർട്ടിക്കുലർ റൺ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇതൊരു വേസ്റ്റാണ്. ശരിക്കും ഡയറക്റ്റ്ലി വിളിച്ചാൽ യൂസ് ഇല്ല. ഇപ്പോൾ ഇൻഡയറക്റ്റ്ലി ആണ് എപ്പോഴും വിളിക്കുന്നത്, ഇൻവോക്ഡ് ബൈ സ്റ്റാർട്ട് മെത്തേഡ് വെച്ചാണ് നമ്മൾ റൺ മെത്തേഡിനെ വിളിക്കുന്നത്. ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് മൾട്ടി ത്രെഡ് ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ ത്രെഡ്. ഇനി അടുത്തതെന്ന് പറയുന്നത് സിങ്കർണൈസേഷൻ ഓഫ് ത്രെഡ് ഇൻ ജാവ. എന്തിനീ മൾട്ടി ത്രെഡ് യൂസ് ചെയ്യുന്നത്? മൾട്ടി ത്രെഡ് യൂസ് ചെയ്ത ഗുണം എന്താണ്? കാര്യം ത്രെഡ് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അതിന് സ്വന്തമായി ഡേറ്റയും മെത്തേഡും ഉണ്ട് അല്ലേ? അപ്പോൾ അതെങ്ങനെ സിങ്കർണൈസേഷൻ ആയിട്ട് വർക്ക് ചെയ്യും? ഫോർ എക്സാമ്പിൾ, നമ്മൾ കമ്പ്യൂട്ടറിൽ, അതായത് ഒരു ബ്രൗസറിൻ്റെ അകത്ത് ബ്രൗസിങ് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം, ഇതെന്ത് ചെയ്യണം? സിങ്കർണൈസ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരു സംഭവമുണ്ട്. അതിനെയാണ് പറയുന്നത് സിങ്കർണൈസേഷൻ ഓഫ് ത്രെഡ് ഇൻ ജാവ. So what happens when we try to use the data and method outside themselves? എന്ന് വെച്ചാൽ നമുക്കൊരു ഡേറ്റ ഉണ്ട്, അത് ഒരു ത്രെഡ് യൂസ് ചെയ്യുന്നു, മീൻസ് ഒരു ത്രെഡ് റൈറ്റ് ചെയ്യാൻ നോക്കുന്നു, വേറെ ത്രെഡ് അതേ സമയത്ത് റീഡ് ചെയ്യാൻ നോക്കുന്നു. എന്ത് പറ്റും? അസാഡ് വരും, ഡേറ്റ അസാഡ് വരും. സോ ആ ഡേറ്റ അസാഡ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? സിങ്കർണൈസേഷൻ യൂസ് ചെയ്യും. സോ ഇൻ കേസ് ഓഫ് ജാവ, കീവേഡ് സിങ്കർണൈസ്ഡ് helps to solve such problems by keeping a watch on such location. ഏതെങ്കിലും ലൊക്കേഷൻ അറ്റ് എ ടൈം റീഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, ആ പ്രോബ്ലംസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അസാഡിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? സിങ്കർണൈസ് എന്ന കീവേഡ് യൂസ് ചെയ്യണം. ഇപ്പം എന്ത് കൊടുക്കും? നേരത്തെ കൊടുത്ത മെത്തേഡിൻ്റെ അകത്ത് എന്ത് എഴുതണം? കീവേഡ് ആഡ് ചെയ്യും. സിങ്കർണൈസ് എന്ന് കീവേഡ് ആഡ് ചെയ്യും. ഇനി നമുക്ക് നോക്കാം. When we declare a method synchronize, Java creates a monitor that hand over to the thread and calls the method first time. എന്ന് വെച്ചാൽ ആരാണോ ഈ മെത്തേഡിന് വിളിക്കുന്നത്, ആ ലൊക്കേഷൻ യൂസ് ചെയ്യുന്നത്, അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു ത്രെഡ് അതേ സമയത്ത് യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യും. മീൻസ് ആസ് ലോങ് ആസ് ദ ത്രെഡ് ഹോൾഡ്സ് ദ മോണിറ്റർ, നോ അതർ ത്രെഡ് ക്യാൻ എൻ്റർ ദ സിങ്കർണൈസ് സെക്ഷൻ ഓഫ് ദ കോഡ്. ഏതെങ്കിലും സിങ്കർണൈസ് സെക്ഷൻ എത്തുകയാണെങ്കിൽ അത് വേറെ ആർക്കും, ആ കോഡിൻ്റെ അകത്ത് ഏതെങ്കിലും ലൊക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ലൊക്കേഷൻ വേറെ ആർക്കും പിന്നെ
യൂസ് ചെയ്യാൻ പറ്റില്ല അറ്റ് എ ടൈം. ആ സമയത്ത് മാത്രം യൂസ് ചെയ്യാൻ പറ്റൂല. എ മോണിറ്റർ ഈസ് ലൈക്ക് എ കീ ആൻഡ് എ ത്രെഡ് ദാറ്റ് ഹോൾഡ്സ് ദ കീ ക്യാൻ ഓൺലി ഓപ്പൺ ഇറ്റ്. എന്ന് വെച്ചാൽ നമ്മൾ ലൊക്കേഷൻ്റെ അകത്ത് ഒരു ത്രെഡ് കയറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ലൊക്കേഷൻ്റെ അകത്ത് ആ ത്രെഡിന് മാത്രമേ ഇപ്പോൾ ആക്സസ് ഉള്ളൂ. ഇനി ആ ത്രെഡ് പുറത്തിറങ്ങിയാൽ മാത്രമേ വേറൊരു ത്രെഡിന് അതേ ലൊക്കേഷൻ ആക്സസ് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ഡേറ്റ അസൈഡ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ടു മാർക്ക് എ ബ്ലോക്ക് ആസ് സിങ്ക്രണൈസ് സച്ച് ആസ് ഏതെങ്കിലും ബ്ലോക്കിന് മാത്രം വേണമെങ്കിൽ നമുക്ക് സിങ്ക്രണൈസ് ചെയ്ത് വെക്കാം. ഇഫ് സിങ്ക്രണൈസ്ഡ്, whenever a thread has completed its work, it will hand over the monitor to the next thread that is ready to use the same resource. എന്ന് വെച്ചാൽ ഒരു ത്രെഡ് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞു, അത് അടുത്ത ത്രെഡ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതേ ലൊക്കേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം വർക്ക് ചെയ്യുന്ന ത്രെഡ് ആ റിസോഴ്സിന് റിലീസ് ചെയ്യുമ്പോൾ മോണിറ്റർ എന്ത് ചെയ്യും? മോണിറ്റർ അടുത്ത ത്രെഡിന് അപ്പോഴാണ് റെഡി കൊടുക്കുള്ളൂ, അത് സെയിം റിസോഴ്സിന് യൂട്ടിലൈസ് ചെയ്യാൻ കൊടുക്കുള്ളൂ. എക്സാമ്പിൾ പറയാം. ഇനി ഒരു എക്സാമ്പിളിൽ ക്ലാസ് പിരമിഡ് എടുത്തു. അപ്പോൾ ഇത് പിരമിഡ് ഡ്രോ ചെയ്യുന്നൊരു പടമാണ്. മീൻസ് ഒരു കറക്റ്റ് ഒരു പിരമിഡായിട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഈ പ്രോഗ്രാമിനെ എന്ത് ചെയ്തു? ഞാൻ 2 ത്രെഡ് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. സോ ഒരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ക്ലാസ് എ എക്സ്റ്റെൻസ് ത്രെഡ് പിരമിഡ് ബി എന്ന് വെച്ചാൽ നമ്മുടെ പിരമിഡ് എന്ന ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, പിരമിഡ് പി. ആൻഡ് അതിൻ്റെ ആ ക്ലാസിൻ്റെ ഡീഫോൾട്ട് പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്തു. ജസ്റ്റ് ഡിഫൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് റൺ മെത്തേഡിനെ അതിനെ ഡിഫൈൻ ചെയ്തു. കാര്യം എന്താണ്? എക്സ്റ്റെൻഡ് ത്രെഡ് വന്നുകൊണ്ട് എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 2 എന്തായിരുന്നു? റൺ മെത്തേഡിനെ ഡിഫൈൻ ചെയ്യണം. ഇതേപോലെ തന്നെ എന്താണ്? ക്ലാസ് ബി ക്രിയേറ്റ് ചെയ്തു. എഗെയിൻ സെയിം മെത്തേഡ് തന്നെ പ്രിന്റ് പി, ബിയുടെ ഒരു പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ കറസ്പോണ്ടിങ് ക്ലാസ് ബിക്ക് എന്ത് കൊടുത്തു? ഞാൻ റൺ മെത്തേഡ് ഡിഫൈൻ ചെയ്തു. ഇതെന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏത് ക്യാരക്ടറാണ് ഞാൻ പാസ് ചെയ്യുന്നത് ആ ക്യാരക്ടർ വെച്ചിട്ടുള്ള ഒരു പിരമിഡ് ക്രിയേറ്റ് ചെയ്യും. കാരണം CH എന്ന് പറയുന്നത് ഇവിടെ പ്രിന്റ് ചെയ്യുന്ന ആ കറസ്പോണ്ടിങ് ക്യാരക്ടറിൻ്റെ അനുസരിച്ചുള്ള പിരമിഡാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം 2 ത്രെഡ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, 2 ത്രെഡിന് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ത്രെഡിൻ്റെ കറസ്പോണ്ടിങ് ഉള്ള ഓബ്ജക്റ്റും ഞാൻ പാസ് ചെയ്യാൻ പോയാണ്. സോ പിരമിഡ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ന്യൂ പിരമിഡ്, എ പിരമിഡ് ന്യൂ ഒബ്ജക്റ്റ്. ഞാൻ ആ ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ ത്രെഡിൻ്റെ ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് 2 ത്രെഡിനെ ഞാൻ എന്ത് ചെയ്തു? കോൾ ചെയ്തു. ത്രെഡ് എ ത്രെഡ് ബി കോൾ ചെയ്തു ബൈ യൂസിങ് ദ സ്റ്റാർട്ട് മെത്തേഡ്. ഇവിടെ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ ഇത് റൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇത് റൺ ചെയ്യുമ്പോൾ എന്താ പിരമിഡായിട്ട് വരുന്നേ ഇല്ല. ഒരിക്കലും പിരമിഡായിട്ട് വരില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഒറ്റ ടൈം ഒരു ത്രെഡ് മാത്രം വർക്ക് ചെയ്യാം. ഒരു ത്രെഡ് മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ പിരമിഡ് വർക്ക് ചെയ്യും. നോക്കിയോ, കണ്ട പിരമിഡ് വന്ന് കണ്ട. ഇനി എനിക്ക് വേണമെങ്കിൽ ഇത് മാറ്റി ത്രെഡ് ബി മാത്രം വർക്ക് ചെയ്യാം. കണ്ട പിരമിഡ് മാറി. കണ്ട ഹാഷ് കൊണ്ടുള്ള പിരമിഡ്, മറ്റേതെന്തായിരുന്നു? സ്റ്റാർ കൊണ്ടുള്ള പിരമിഡ്. 2 ത്രെഡ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് പറ്റും? കണ്ട പിരമിഡേ ഉണ്ടാക്കുന്നത്. സോ ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ സെയിം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ക്ലാസ് എയും ബിയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? എന്നിൻ്റെ വാല്യൂ റാൻഡം ആയിട്ട് സെയിം ആണ്. 2 ലൊക്കേഷൻ എന്നിൻ്റെ വാല്യൂ സെയിം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് എയും ബിയും എൻ എന്ന് പറയുന്ന ലൊക്കേഷൻ സെയിം ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ റാൻഡം ആയിട്ട് പിരമിഡ് കിട്ടുന്നത്. ഇത് അവോയ്ഡ് ചെയ്യാൻ എന്ത് ചെയ്യണം? കോമൺ മെത്തഡ് എന്താണ്? വോയിഡ് ഡ്രോ പിരമിഡ്. അവിടെ എന്ത് ചെയ്യണം? ആ മെത്തേഡിൻ്റെ മുമ്പിൽ എന്ത് ആഡ് ചെയ്യണം? സിങ്ക്രണൈസ് എന്ന കീവേഡ് ആഡ് ചെയ്യണം. കാര്യം അതാണ് കോമൺ മെത്തേഡ്. അപ്പോൾ സിങ്ക്രണൈസ് എന്ന കീവേഡ് ആഡ് ചെയ്യുമ്പോൾ സിങ്ക്രണൈസ് എന്ന കീവേഡ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ പ്രോഗ്രാം ഒന്നും കൂടെ റൺ ചെയ്യാണ്. അറ്റ് എ ടൈം ഒരു ത്രെഡിന് ഈ പ്രോഗ്രാം അറ്റ് എ ടൈം ഒരു ത്രെഡിന് ഈ പ്രോഗ്രാം ഒരു ത്രെഡിന് കൊടുക്കും.
ആ ത്രെഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ത്രെഡ് ബിക്ക് കൊടുക്കുള്ളൂ. ഇങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം? സിങ്കർണൈസ്ഡ് എന്ന് കൊടുക്കണം. എന്തിനു കൊടുത്തു? നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാം n എന്ന് പറയുന്ന ഈ മെത്തേഡ് ഇല്ലേ, ഇതിൻ്റെ ഡേറ്റ എന്ന് പറയുന്നത് രണ്ടിനും ഷെയർഡ് ആയിട്ട് വരും. ഷെയർഡ് ഡേറ്റ അറ്റ് എ ടൈം റൈറ്റും റീഡും നടക്കുകയാണെങ്കിൽ യൂസിങ് ഡിഫറെൻറ്റ് ത്രെഡ് ആൻഡ് ത്രെഡ്സ് അവൈലബിൾ, ആ കേസ് വരെയാണെങ്കിൽ സിങ്കർണൈസേഷൻ കൊടുക്കണം. സിങ്കർണൈസേഷൻ കൊടുക്കുമ്പോൾ ഈ പ്രോഗ്രാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഈ ലൊക്കേഷൻ അറ്റ് എ ടൈം ഒരു ത്രെഡിന് മാത്രമേ കൊടുക്കുള്ളൂ. ആ ത്രെഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പുതിയ ത്രെഡിന് ആ ലൊക്കേഷൻ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുള്ളൂ. ഇതിനു വേണ്ടിയാണ് നമ്മൾ ത്രെഡ് സിങ്കർണൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ ജാവ. Inter-thread communication can be defined as the exchange of methods or message between two or more thread. രണ്ട് കൂടുതൽ ത്രെഡ് തമ്മിൽ മെസ്സേജ് പാസിങ്ങിന് എന്ത് പറയും? ഇന്റർ ത്രെഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. The transfer of message takes place before or after the change of state. ചേഞ്ച് ചെയ്യുന്ന മുമ്പെയോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടോ, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടോ ചേഞ്ച് ചെയ്യുന്ന മുമ്പെയോ നമുക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ നടക്കാം വിത്തിൻ ത്രെഡ്സ്. ഇനി ഫോർ എക്സാമ്പിൾ ഒരു ത്രെഡ് സസ്പെൻഡ് ചെയ്യാൻ പോകുമെന്ന് വിചാരിച്ചു. അത് എന്തെങ്കിലും ആ ത്രെഡ് സസ്പെൻഡ് ചെയ്യുന്ന പോകാനുള്ള ഇൻഫർമേഷൻ ബാക്കി ത്രെഡിനെ ഇൻഫോം ചെയ്യിപ്പിക്കാം. അങ്ങനെ ഏതൊക്കെ 3 മെത്തേഡ്സ് ഉണ്ട്? നോട്ടിഫൈ ഓൾ, വെയിറ്റ്. ഇനി നോട്ടിഫൈ എന്ന് പറയുന്നത്, നോട്ടിഫൈ കൊടുത്തെന്ന് പറ്റും ഇറ്റ് റെസ്യൂംസ് ദ ഫസ്റ്റ് ത്രെഡ് ദാറ്റ് വെന്റ് ഇൻ ടു സ്ലീപ്പ് മോഡ്. ഏത് ത്രെഡാണോ സ്ലീപ്പ് മോഡിലോട്ട് കിടക്കുന്നത്, എന്ന് മീൻസ് ബ്ലോക്ക് സ്റ്റേറ്റിൽ കിടക്കുന്നത്, അതെന്ത് ചെയ്യും? നോട്ടിഫൈ കൊടുക്കുമ്പോൾ അത് റിസ്യൂം ചെയ്യും. ഇനി നോട്ടിഫൈ ഓൾ എന്ന് പറയുന്നത് ഏതൊക്കെ ത്രെഡ്സ് സ്ലീപ്പ് മോഡിൽ കിടക്കുന്നത് അതെല്ലാം റിസ്യൂം ചെയ്യും. മീൻസ് അതെല്ലാം കൂടി റണ്ണബിൾ സ്റ്റേറ്റിലോട്ട് പോകും. ദ എക്സിക്യൂഷൻ ഓഫ് ദീസ് ത്രെഡ്സ് ഹാപ്പൻസ് ആസ് പെർ ദ പ്രയോറിറ്റി. നേരത്തെ പറഞ്ഞ ഫിഗറിൽ കണ്ടേ, നമ്മൾ നേരത്തെ സസ്പെൻഡ് കിടന്നാൽ മാത്രമേ റെസ്യൂമിലോട്ട് വർക്ക് ആവുള്ളൂ. അതേപോലെ വെയിറ്റ് കിടന്നുകൊണ്ട് നേരത്തെ വെയിറ്റ് ചെയ്ത് റണ്ണബിൾ സ്റ്റേറ്റിൽ റൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വെയിറ്റ് കൊടുത്തതിനെ നോട്ടിഫൈ കൊടുക്കുമ്പോൾ എന്ത് പറ്റും? നേരെ റണ്ണബിൾ സ്റ്റേറ്റിലോട്ട് പോകും. അതേപോലെ നോട്ടിഫൈ ഓൾ എന്ന് പറയുന്നത് ഏതൊക്കെ സ്ലീപ്പ് മോഡിൽ കിടക്കുകയാണോ, മീൻസ് ബ്ലോക്ക്ഡ് സ്റ്റേറ്റിൽ കിടക്കുകയാണോ, അതെല്ലാം കൂടെ റണ്ണബിൾ സ്റ്റേറ്റിലോട്ട് പോകും. പിന്നെ ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് അതിനായിരിക്കും പ്രോസസ്സർ റൺ ചെയ്യാൻ ശ്രമിക്കുള്ളൂ. ഇനി വെയിറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സെൻസ് ദ കോളിംഗ് ത്രെഡ് ഇൻ ടു സ്ലീപ്പ് മോഡ് എന്ന് വെച്ചാൽ ഏത് ത്രെഡാണോ റണ്ണബിൾ സ്റ്റേറ്റ് വെയിറ്റ് കൊടുത്താൽ അത് കുറച്ചേരത്തേക്ക് സ്ലീപ്പ് മോഡിലോട്ട് പോകും. Sends the calling thread into sleep mode. This thread can be activated only by notify all methods. ഏതെങ്കിലും നോട്ടിഫൈ ഓൾ മെത്തേഡ്സ് വെച്ച് എന്ത് പറ്റുള്ളൂ? ഈ ത്രെഡിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വൺ ക്യാൻ ഓൾസോ സ്പെസിഫൈ ദ ടൈം ഫോർ വിച്ച് ദ ത്രെഡ് ഹാസ് ടു വെയിറ്റ്. സമയം സ്പെസിഫൈ ചെയ്യാം. ഇത്ര നേരം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അത് ആക്ടിവേറ്റ് അല്ലെങ്കിൽ റണ്ണബിൾ സ്റ്റേറ്റിലോട്ട് പോയാൽ മതി. നമുക്ക് സമയം സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ദ ഡിസൈഡ് ടൈം പീരീഡ് ഈസ് സ്പെസിഫൈഡ് ആസ് ദ ആർഗ്യുമെന്റ് ടു ദ വെയിറ്റ് മെത്തേഡ്. നമുക്ക് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്റർ ആയിട്ട് നമുക്ക് വെയിറ്റ് മെത്തേഡിൻ്റെ അകത്ത് കൊടുക്കാം. സിൻസ് ദീസ് മെത്തേഡ്സ് ആർ ഡിക്ലെയർഡ് ആസ് ഫൈനൽ ദേ കനോട്ട് ബി ഓവർ റിട്ടേൺ. എന്ന് വെച്ചാൽ ഇതെല്ലാം മെത്തേഡ്സ് എല്ലാം ഫൈനലായിട്ട് ഡീഫോൾട്ട് ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ജാവ പ്രോഗ്രാമിൽ. എന്ന് വെച്ചാൽ ഇതിനെ ഓവർ റൈഡ് ചെയ്യാൻ നമുക്ക് പറ്റൂല. സാധാ പ്രോഗ്രാമറിന് ഇതിനെ ഓവർ റൈഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല. all the three methods throw interrupted exceptions. അങ്ങനെ ഓവർ റൈഡ് ചെയ്യാൻ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ അതെന്തെങ്കിലും എക്സെപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യും. എക്സെപ്ഷൻസ് അടുത്ത ക്ലാസ്സിലാണ് കവറപ്പ് ചെയ്യുന്നത്.